കുറേ മത്തി കൊണ്ടുവന്ന്, ചെറിയ മത്തി. അത് തോരൻ വെക്കാനും വറക്കാനും കൂടെ ഞാൻ കഴുകട്ടെ, വെട്ടിയെടുക്കട്ടെ. മീൻ രണ്ട് കഴുകി വെച്ച്, വെട്ടിക്കഴുകി വെച്ച്. എന്നിട്ട് കുറച്ച് പീര വെക്കാനും തോരൻ വെക്കാനും കുറച്ച് വറക്കാനുമായിട്ടുണ്ട് വെട്ടി വെച്ചു. ഇനി നമുക്ക് അരച്ചെടുക്കാം, തോരനുള്ള അരച്ചെടുക്കാം. പിന്നെ തേങ്ങായ, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ ഇത് വറക്കാനാണ്. വറക്കാൻ വേണ്ടി കുരുമുളക്, നമ്മുടെ കുരുമുളക് നിന്ന് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതാണ് ഈ മല്ലിയില. ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം ഈ വറക്കുന്നതിനകത്ത്. ഇതിനകത്തും വേണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്ത്, ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ. പിന്നെ മീൻ അരച്ച് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഇട്ടു. ഒരു 3 കഷ്ണം പുളി ചെറുതായിട്ട് കീറിയതാണ്, അത് വിട്ടു. പിന്നെ ശകലം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കാം. അതൊക്കെ തന്നെ വറക്കാനുള്ള മീനിനകത്ത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് അതും അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുരട്ടി വെക്കാം. ഇത് നമുക്ക് നമുക്ക് കലക്കി വയ്ക്കാം. നമുക്കിതിനകത്ത് 2 തണ്ട് കരിയാപ്പിലയും കൂടെ വയ്ക്കാം. ഇതൊക്കെ ഞാൻ എല്ലാം അധികം വെള്ളം ഒഴിക്കരുത് തോരൻ വയ്ക്കുന്നതിന്. ഇത് കണക്ക് പുരട്ടി വെക്കണം. പുരട്ടി ഇത് കണക്ക് വെള്ളം ഒഴിച്ച് വേണം ഇത് തോരന് വയ്ക്കാനായിട്ട്. ഉണ്ട് വറക്കാനുള്ളത് ഞാൻ പുരട്ടി വെച്ചു. നമുക്കിനി അടുപ്പ വയ്ക്കാമേ. അടുപ്പയിലാണ് ഞാൻ വയ്ക്കുന്നത്. എൻ്റെ തീ കത്തി കിടപ്പുണ്ട്. ചോറ് വാർത്ത അടുപ്പ, അന്നേരം അടുപ്പയിലോട്ടാണ് വയ്ക്കുന്നത്. മീൻ തോരൻ വെക്കാനുള്ള അടുപ്പ വെച്ച് നമുക്ക് വറക്കാൻ വെക്കാം. നമുക്ക് അടപ്പിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം നമുക്ക്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് വറക്കാൻ ഓരോ മീൻ പെറുക്കി വെക്കാം. നല്ലതായിട്ട് ചൂടായി. പെറുക്കി വയ്ക്കട്ടെ. എൻ്റെ മീനെല്ലാം പെറുക്കി വെച്ച് ഇനി നമുക്ക് 2 കരിയാപ്പല ഇതിൻ്റെ പുറത്തോട്ടിടാം. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇത് വേവട്ടെ. ഒരു വശം മൂത്ത് നമുക്കൊന്ന് മറിച്ചിടാം മീൻ ഒരു വശം മറിച്ചിട്ട്. ഓക്കെ, ഇനി മൂക്കട്ടെ കിടന്നു. മീൻ ഫ്രൈ ആണ്ട് റെഡിയായേ. ഓക്കെ, നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. പച്ചക്കുരുമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ഫ്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. പച്ചക്കുരുമുളക് ഉള്ളവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയതായാലും കുഴപ്പമില്ല. പക്ഷെ പച്ചയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ മീൻ വറക്കാനായിട്ട്. നമുക്ക് വാഴയ്ക്ക മെഴുക്കുവരട്ടിയുടെ വെക്കാം. ഇത് ഞാലിപ്പൂവിൻ്റെ കായാണ്. പിന്നെ 3-4 മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്തെ ഞാൻ എടുത്തതാണ്. ഇതെല്ലാം ഞാൻ കഷ്ണമായിട്ട് അരിഞ്ഞ്. ഓക്കെ, നമുക്ക് കുറേ വെളിച്ചെണ്ണ ഒഴിക്കാം.